Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ബ്ലോക്കിൽ വരുന്ന രണ്ടാമത്തെ യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റിന്റെ പേര് വിക്ടോറിയൻ പീരീഡ്. ദ വിക്ടോറിയൻ പീരീഡ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഈ വിക്ടോറിയൻ പീരീഡ് എന്നുള്ളത് നമ്മൾ ആ ഒരു യൂണിറ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ദ വിക്ടോറിയൻ പീരീഡ് എന്നുള്ള ഒരു എസ്സേ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ദ ഫ്രേസ് ദ വിക്ടോറിയൻ ഏജ് ഈസ് ഓഫൺ യൂസ്ഡ് ടു റെഫർ ടു ബ്രിട്ടീഷ് എംപയർ ഡ്യൂറിംഗ് ദ റൂൾ ഓഫ് ക്യൂൻ വിക്ടോറിയ. അതായത് വിക്ടോറിയ രാജ്ഞി ഭരിക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യമാണ് ദ ഫ്രേസ് ദ വിക്ടോറിയൻ ഏജ് എന്നുള്ള ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിക്ടോറിയൻ ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിക്ടോറിയ രാജ്ഞി ഭരിച്ചിരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് എംപയർ, ബ്രിട്ടീഷ് സാമ്രാജ്യമാണ് ദ വിക്ടോറിയൻ ഏജ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. These years were a time of great prosperity and reform in Britain. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ വളരെയധികം വലിയ പുരോഗതിയും അതുപോലെ തന്നെ റിഫോം, പരിഷ്കാരങ്ങളും മാറ്റങ്ങൾ, ചേഞ്ചസ് ബ്രിട്ടനിൽ, നവോത്ഥാനങ്ങൾ, റിഫോർമേഷൻ ബ്രിട്ടനിൽ ഉണ്ടായിട്ടുണ്ട്. ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓഫ് ദി പ്രീവിയസ് ഇയേഴ്സ് had transformed the economy of the country. മുൻ വർഷങ്ങളിലായിട്ട് ഉണ്ടായ വ്യാവസായിക വിപ്ലവം, ആ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് രാജ്യത്തിൻ്റെ ഇക്കോണമി, സാമ്പത്തികത ഹാഡ് ട്രാൻസ്ഫോംഡ്. അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തികതയിൽ നല്ല മാറ്റമുണ്ടാക്കാൻ ബ്രിട്ടനിൽ ഉണ്ടായിട്ടുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവത്തിന് കഴിഞ്ഞു. ബ്രിട്ടീഷ് ഗൂഡ്സ് ആൻഡ് കൊമേഴ്സ് ബിക്കെയിം ഡോമിനന്റ് എവരിവേർ. എല്ലായിടത്തും ബ്രിട്ടീഷ് ചരക്കുകൾ, വ്യാപാര ചരക്കുകളും അതുപോലെ തന്നെ ബ്രിട്ടീഷ് വ്യവസായത്തിനും എല്ലായിടത്തും വളരെയധികം പ്രാധാന്യം, എല്ലായിടത്തും ഡോമിനന്റ് ആയിരുന്നു, ആധിക്യമുണ്ടായിരുന്നു. This increased the country's global influence and colonial superiority. അപ്പോൾ ഈ ഒരു ഡോമിനന്റ് അല്ലെങ്കിൽ ഡോമിനൻസി, അപ്പോൾ എല്ലായിടത്തും, അതായത് ബ്രിട്ടീഷുകാരുടെ ചരക്കുകൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കച്ചവട മുതൽ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും അതിനൊരു പ്രത്യേക പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇത് ആ രാജ്യത്തിൻ്റെ ആഗോള സ്വാധീനവും അതുപോലെ തന്നെ കൊളോണിയൽ സുപ്പീരിയോറിറ്റിയും ഇൻക്രീസ് ചെയ്തു. എന്താ ഈ കൊളോണിയൽ സുപ്പീരിയോറിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് മറ്റു രാജ്യങ്ങളെ അവരുടെ കോളനിവൽക്കരിക്കുന്നതിനുള്ള അവരുടെ ഒരു പവർ അല്ലെങ്കിൽ അതും ഇൻക്രീസ് ചെയ്തു. ദ ഏജ് ഗേവ്, ഈ ഒരു കാലഘട്ടം, അതായത് ഈ ഒരു വിക്ടോറിയൻ കാലഘട്ടം ഗേവ് ഇമ്പോർട്ടൻസ് ടു ബോത്ത് പ്രോഗ്രസ് ആൻഡ് ട്രഡിഷൻസ്. ഈ കാലഘട്ടം ഒരേപോലെ തന്നെ പുരോഗതിക്കും അതുപോലെ തന്നെ പാരമ്പര്യത്തിനും, ട്രഡിഷനും പ്രോഗ്രസിനും ഈ കാലഘട്ടം പ്രാധാന്യം നൽകിയിരുന്നു. ദ റാഡിക്കൽ ചേഞ്ചസ് ഓഫ് ദ ടൈം, ആ കാലഘട്ടത്തിൽ വിക്ടോറിയൻ കാലഘട്ടത്തിലുണ്ടായ ചേഞ്ചസ്, മാറ്റങ്ങൾ. ഇനി ഏതൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്നൊന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെ മാറ്റങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്? ഒന്ന്, അഡ്വാൻസ്മെന്റ് ഇൻ പ്രിന്റിംഗ് ടെക്നോളജി, പ്രിന്റിംഗ് മേഖലയിൽ വന്ന പുരോഗതി, അതായത് പ്രിന്റിംഗ് മെഷീൻ കണ്ടെത്തുകയും പ്രിന്റിങ്ങും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടായ പുരോഗതികൾ ഒന്ന്. രണ്ടാമത്തേത്, ഇൻക്രീസ് ഇൻ ദ ലിറ്ററസി റേറ്റ് ഓഫ് മിഡിൽ ക്ലാസ് പീപ്പിൾ ഉണ്ടല്ലോ, അവരുടെ സാക്ഷരതയിൽ ഉണ്ടായിട്ടുള്ള വർധനവ്, അത് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ആൻഡ് ലുക്ക് ലിറ്റററി വർക്ക്സ് ഫോർ എന്റർടൈൻമെന്റ്, ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ലിറ്റററി വർക്കുകളെ, സാഹിത്യ സൃഷ്ടികളെ
നോക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക അല്ലെങ്കിൽ അവയെ ആശ്രയിക്കുക, ഈ 3 മാറ്റങ്ങൾ. അപ്പൊ വിക്ടോറിയൻ പീരീഡിൽ വന്ന ഈ 3 മാറ്റങ്ങൾ affected the themes and style of വിക്ടോറിയൻ റൈറ്റിംഗ്സ്. ഈ 3 മാറ്റങ്ങൾ വിക്ടോറിയൻ കാലഘട്ടത്തിലെ എഴുത്തുകളുടെ തീമിനെയും സ്റ്റൈലിനെയും ബാധിച്ചു എന്നാണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി പ്രോസ് ആൻഡ് നോവൽസ്, പ്രത്യേകിച്ച് പ്രോസിൻ്റെയും നോവലിൻ്റെയും, പ്രത്യേകിച്ച് പ്രോസിൻ്റെയും നോവലിൻ്റെയും തീമിനെയും സ്റ്റൈലിനെയും ബ്രിട്ടനിൽ വന്ന ഈ ഒരു മാറ്റം 3 കാര്യങ്ങളിലാണ്. ഒന്ന്, പ്രിന്റിംഗ് മേഖലകളിലുണ്ടായ പുരോഗതി. രണ്ടാമത്തേത്, മിഡിൽ ക്ലാസിൻ്റെ സാക്ഷരതയിലുണ്ടായിട്ടുള്ള വർധനവ്. മൂന്നാമത്തേത്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ലിറ്റററി വർക്കുകളിലേക്കുള്ള ആളുകളുടെ തിരിയൽ. ഈ 3 കാര്യത്തിൻ്റെ ഫലമായിട്ട് ലിറ്റററി വർക്കുകളുടെ വിക്ടോറിയൻ കാലഘട്ടത്തിലെ റൈറ്റിംഗ്സിൻ്റെ തീമിലും സ്റ്റൈലിനെയും ഇത് ബാധിച്ചു, പ്രത്യേകിച്ച് പ്രോസും നോവൽസും. The Victorians emphasized a scientific world view. വിക്ടോറിയൻസ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അത്തരമൊരു സയന്റിഫിക് വേൾഡ് വ്യൂ, ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനാണ് വിക്ടോറിയൻസ് ഊന്നൽ നൽകിയത്. They believed that prose writing was more suitable. ഏറ്റവും അനുയോജ്യമായ രീതി പ്രോസ് റൈറ്റിംഗ് ആണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. സോ ദ ഏജ് ബിക്കെയിം നോൺ ആസ് ദ ഏജ് ഓഫ് പ്രോസ്. അതുകൊണ്ട് വിക്ടോറിയൻ കാലഘട്ടം പ്രോസിന്റെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. An important aspects of Victorian society is their view of gender. വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ വിക്ടോറിയൻ സൊസൈറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് ജെൻഡറിനോടുള്ള അവരുടെ കാഴ്ചപ്പാടാണ്. സ്ത്രീ പുരുഷ മനോഭാവത്തെ, സ്ത്രീ പുരുഷ വ്യത്യാസത്തെ അവരെങ്ങനെ കാണുന്നു, ജെൻഡറിനെ വിക്ടോറിയൻസ് എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളത്. ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ സോഷ്യൽ റൂൾസ് ഓഫ് മെൻ ആൻഡ് വിമൺ. സൊസൈറ്റിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള നിയമങ്ങൾ എങ്ങനെയായിരുന്നു വിക്ടോറിയൻ കാലഘട്ടത്തിലെ നിയമങ്ങൾ ഒന്ന് നോക്കൂ. വിമൺ വേർ നോട്ട് കൺസിഡേർഡ് ഈക്വൽ ടു മെൻ. അപ്പം ഇന്നത്തെ പോലെ തന്നെയാണ്, സ്ത്രീകളെ പുരുഷന്മാർക്ക് തുല്യരായിട്ട് കണ്ടിരുന്നില്ല. ദേ വേർ ഓഫൺ റെഡ്യൂസ്ഡ് ടു ഡൊമസ്റ്റിക് റോൾസ്. പലപ്പോഴും സ്ത്രീകളെ വീട്ടുജോലികളിലേക്ക് അല്ലെങ്കിൽ വീട് സംബന്ധമായിട്ടുള്ള റോൾസിലേക്ക് സ്ത്രീകളെ ചുരുക്കിയിരുന്നു. സെലിബ്രേറ്റഡ് ആസ് മദേഴ്സ് ആൻഡ് വൈഫ്സ്. പലപ്പോഴും അവര് അമ്മ അല്ലെങ്കിൽ ഭാര്യ എന്നുള്ള റോളുകൾ, ആ റോളുകളാണ് പലപ്പോഴും അവർ ചെയ്തിരുന്നത്, അതിലവർ ഒതുങ്ങിക്കൂടി. ഗുഡ് മാരേജസ്, ഹൗസ് കീപ്പിംഗ് ആൻഡ് ബ്രിങ്ങിങ് അപ്പ് ചിൽഡ്രൻ വേർ കൺസിഡേർഡ് ടു ബി ദെയർ പ്രൈമറി ഫങ്ഷൻസ്. വിക്ടോറിയൻ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പ്രധാന ജോലികളായിരുന്നത് ഒന്ന് വിവാഹം കഴിക്കുക, നല്ല വിവാഹം കഴിക്കുക, അതുപോലെ തന്നെ വീട് നോക്കുക, മക്കളെ നോക്കുക. ഇതൊക്കെയായിരുന്നു വിക്ടോറിയൻ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ പ്രാഥമികമായിട്ടുള്ള ഫങ്ഷൻസ്. ദ ലിറ്ററേച്ചർ ഓഫ് ദ ഏജ് റിഫ്ലക്റ്റ്. ആ കാലഘട്ടത്തിലെ വിക്ടോറിയൻ ഏജിലെ സാഹിത്യത്തിൽ പ്രതിഫലിക്കുന്നു ദീസ് വാല്യൂസ്, ഈ മൂല്യങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വിക്ടോറിയൻ കാലഘട്ടത്തിലെ സാഹിത്യത്തിൽ നിന്നാണ്. ആ വിക്ടോറിയൻ കാലഘട്ടത്തിലെ സാഹിത്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രതിഫലിച്ചിരുന്നു. എന്തൊക്കെ? മെൻ വേർ അലൗഡ് ടു എൻറ്റർ ഇൻ ടു പ്രൊഫഷൻസ്. ആ ഒരു കാലഘട്ടത്തിൽ പുരുഷന് അവന് താല്പര്യമുള്ള പല പ്രൊഫഷനുകളിലും പല തൊഴിൽ മേഖലകളിലും പുരുഷന് പ്രവേശിക്കാമായിരുന്നു. അതുപോലെ തന്നെ ആൻഡ് പബ്ലിക് ലൈഫ്, പൊതുജീവിതത്തിലും. ഇപ്പൊ പൊതുജീവിതം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ളതാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആ പബ്ലിക് ലൈഫിലും അതുപോലെ തന്നെ പ്രൊഫഷൻസിലൊക്കെ പുരുഷന് എൻ്റർ ചെയ്യാമായിരുന്നു. അതായിരുന്നു വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഒരു സാമൂഹിക വ്യവസ്ഥിതി. ദേ കുഡ് ടേക്ക് അപ്പ് ഇന്റലക്ച്വൽ ആൻഡ് അഡ്വഞ്ചറസ് പേഴ്സ്യൂട്ട്സ്. അതായത് പുരുഷന്മാര് ബുദ്ധിപരമായിട്ടുള്ളതും അതുപോലെ തന്നെ സാഹസികവുമായിട്ടുള്ള താല്പര്യങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റുകൾ അവർ ഏറ്റെടുത്ത് ചെയ്തിരുന്നു. അത്തരം മേഖലകൾ
അവര് കൈകാര്യം ചെയ്തിരുന്നു. അപ്പൊ പുരുഷന്മാർക്ക് അവർക്ക് താല്പര്യമുള്ള മേഖലകള്, ജോലികള്, അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളിലേക്ക് തിരിയാൻ പുരുഷന് കഴിഞ്ഞിരുന്നു. അപ്പൊ ഇത്രയാണ് ഒരു വിക്ടോറിയൻ സൊസൈറ്റിയെ കുറിച്ചും ആ ഒരു കാലഘട്ടത്തെ കുറിച്ചും പറയാനുള്ളത്. ഇനി നമ്മൾ വിക്ടോറിയൻ കാലഘട്ടത്തിലെ ലിറ്ററേച്ചറിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിക്ടോറിയൻ സാഹചര്യത്തിലെ പോയട്രി ആദ്യം നമ്മൾ അതാണ് നോക്കുന്നത്. പോയട്രി കണ്ടിന്യൂഡ് ടു ബി സിഗ്നിഫിക്കന്റ് ജോണർ ഇൻ വിക്ടോറിയൻ ലിറ്ററേച്ചർ. വിക്ടോറിയൻ സാഹിത്യത്തിൽ ഒരു പ്രാധാന്യമുള്ള ജോണർ വിഭാഗം എന്ന നിലയ്ക്ക് കവിത നിലനിന്നിരുന്നു. അപ്പൊ കവിതയ്ക്ക് പോയട്രി കണ്ടിന്യൂഡ് ടു ബി എ സിഗ്നിഫിക്കന്റ് ജോണർ ഇൻ വിക്ടോറിയൻ ലിറ്ററേച്ചർ. The language of poetry became more purposeful and narrational. കവിതയിലെ ഭാഷ എന്ന് പറയുന്നത് വളരെയധികം പർപ്പസ്ഫുൾ ആയിരുന്നു. ചില ഉദ്ദേശങ്ങളിൽ ലക്ഷ്യങ്ങളുള്ള ഭാഷയും അതുപോലെ തന്നെ നറേഷണൽ, അതായത് നറേറ്റ് ചെയ്യുന്നതിന് കൊള്ളാവുന്ന ഒരു ഭാഷയും, അത്തരം ഒരു ലാംഗ്വേജ് ആണ് പോയട്രിയിൽ ഉപയോഗിച്ചിരുന്നത്. It became a way of discussing socio-cultural issues. സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു മാധ്യമമായി കവിതയെ ഉപയോഗിച്ചിരുന്നു. It became a way of discussing socio-cultural issues and practical problems. ജീവിതത്തിലെ പ്രായോഗിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ലൈഫിലെ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങൾ, ഇവ ഡിസ്കസ് ചെയ്യുന്നതിന്, കൈകാര്യം ചെയ്യുന്നതിന് കവിതയെ ഒരു മാധ്യമമായിട്ട് ഉപയോഗിച്ചിരുന്നു. ദ പ്രിഫറൻസസ് വാസ് ഫോർ ഇന്റലക്ച്വൽ സബ്ജക്റ്റ് മാറ്റർ. കവിതകളിലെ സബ്ജക്റ്റ് മാറ്ററായിട്ട് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുത്തിരുന്നത്, സബ്ജക്റ്റ് മാറ്റർ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിരുന്നത് ഇന്റലക്ച്വൽ സബ്ജക്റ്റ് മാറ്ററിനാണ്. അതായത് ബുദ്ധിപരമായിട്ടുള്ള വിഷയങ്ങൾ, അത്തരം കാര്യങ്ങളാണ് പലപ്പോഴും വിക്ടോറിയൻ കാലഘട്ടത്തിലെ കവികൾ തെരഞ്ഞെടുത്തിരുന്നത്. ലോർഡ് ആൽഫ്രഡ് ടെന്നീസൺ, റോബർട്ട് ബ്രൗണിംഗ് ആൻഡ് മാത്യു അർണോൾഡ്, ഇവർ 3 പേരും were 3 major poets in the Victorian era. വിക്ടോറിയൻ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കവികളായിരുന്നു ഇവര്. ആരൊക്കെയാണ്? ലോർഡ് ആൽഫ്രഡ് ടെന്നീസൺ, റോബർട്ട് ബ്രൗണിംഗ് ആൻഡ് മാത്യു അർണോൾഡ്. ഇതില് ടെന്നീസൺ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഹാസ് ബീൻ നോട്ടഡ്. ടെന്നീസന്റെ റൈറ്റിംഗ് സ്റ്റൈല് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു, നോട്ടഡ് ആയിരുന്നു. എന്തുകൊണ്ട്? ഫോർ ഇറ്റ്സ് പെർഫെക്ഷൻ ആൻഡ് ഡിക്ഷൻ. 2 കാരണം കൊണ്ട്, 2 പ്രത്യേകതകളാണ് ടെന്നീസന്റെ കവിതയ്ക്ക് ഉണ്ടായിരുന്നത്, സ്റ്റൈലിനുണ്ടായിരുന്നത്. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പെർഫെക്ഷൻ ആയിരുന്നു. രണ്ടാമത്തേത് അതിന്റെ ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ് കേട്ടോ. ചിലപ്പോൾ ചിലർക്ക് ഇതൊരു പുതിയ പദമായിരിക്കും. അപ്പൊ ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ആണ്. അപ്പൊ ലാംഗ്വേജ്, അതായത് ടെന്നീസൺ ഉപയോഗിക്കുന്ന ഭാഷ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ, ഇത് 2 കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ കവിത. ഹി ഓഫൺ പ്രസൻസ് വെർച്യൂസ് ഓഫ് പെർസെവറൻസ് ആൻഡ് ഓപ്റ്റിമിസം ഇൻ ഹിസ് പോയട്രി. അദ്ദേഹത്തിന്റെ കവിതകളിൽ അദ്ദേഹം നന്മകളായിട്ടുള്ള പെർസെവറൻസ്, കഠിന പ്രയത്നം, നിരന്തര പരിശ്രമത്തെയും അതുപോലെ തന്നെ ഓപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസത്തെയും അദ്ദേഹം ടെന്നീസൺ തൻ്റെ കവിതകളിൽ പ്രസന്റ് ചെയ്തിരുന്നു. അവ 2 വാല്യൂസ് ആണ് അദ്ദേഹം തൻ്റെ കവിതയിൽ പ്രസന്റ് ചെയ്തത്. ഒന്ന് പെർസേവറൻസ് എന്ന് പറഞ്ഞാൽ നിരന്തര പരിശ്രമവും, അതുപോലെ തന്നെ മറ്റൊന്നാണ് ഓപ്റ്റിമിസം. ഈ 2 കാര്യങ്ങളെയാണ് ടെന്നീസൺ എന്ത് ചെയ്തിരുന്നത്? തൻ്റെ കവിതയിൽ പ്രസന്റ് ചെയ്തത്. എന്നാൽ ബ്രൗണിംഗ് കൺസിഡേർഡ് ദ മെസ്സേജ് ഓഫ് ദ പോയം ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്നാൽ ഒരു കവിതയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെസ്സേജ് ആണെന്നാണ് ബ്രൗണിങ്ങിന്റെ നിലപാട്. അപ്പൊ എന്താ പറയുന്നത്? ഒരു കവിതയെ സംബന്ധിച്ചിടത്തോളം ദ മെസ്സേജ് ഓഫ് ദ പോയം ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്.
അതുകൊണ്ട് തന്നെ ഹി ഡീൽഡ് വിത്ത് സബ്ജക്ട്സ്, അദ്ദേഹത്തിന്റെ കവിതകളിൽ അദ്ദേഹം ഡീൽ ചെയ്ത സബ്ജക്റ്റുകൾ ദാറ്റ് ആർ റഫ് ആൻഡ് കോമൺ പ്ലേസ്, അതായത് ഒരു പൊതുസ്ഥാനം, ഒരു പൊതു പ്രാധാന്യം അല്ലെങ്കിൽ സ്ഥാനമുള്ളതും അതുപോലെ തന്നെ റഫായിട്ടുള്ളതുമായ വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. അനദർ ഗ്രേറ്റ് വിക്ടോറിയൻ പോയറ്റ്, മറ്റൊരു ഗ്രേറ്റ് വിക്ടോറിയൻ പോയറ്റ് ആണ് ആര്? മാത്യു അർണോൾഡ്. അദ്ദേഹം റിയാക്റ്റഡ് അഗെയിൻസ്റ്റ് ദ ലിറിസിസം ആൻഡ് ഓർണമെന്റൽ ലാംഗ്വേജ് ഓഫ് റൊമാൻറ്റിക് പോയട്രി, അതായത് റൊമാൻറ്റിക് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അലങ്കാരങ്ങളുള്ള ഭാഷ, അതായത് റൊമാൻറ്റിക് പീരീഡ് ആ ഒരു കവിതയുടെ ഭംഗിക്കും ആസ്വാദനത്തിനുമാണ് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ റൊമാൻറ്റിക് കാലഘട്ടത്തിലെ കവിതയുടെ ലാംഗ്വേജ് വളരെയധികം ഓർണമെന്റലായിരുന്നു, അലങ്കാരികമായിരുന്നു. ഈ അലങ്കാരികമായിട്ടുള്ള റൊമാൻറ്റിക് ലാംഗ്വേജിനെയും അതുപോലെ തന്നെ അതിൻ്റെ ലിറിസിസത്തെയും അതിൻ്റെ ആ ഒരു വരിയുടെ രീതി അതിനെയും അദ്ദേഹം ശക്തമായിട്ട് മാത്യു അർണോൾഡ് റിയാക്റ്റഡ്, അതിനെതിരെ പ്രതികരിച്ചു. ഹി ബിലീവ്ഡ് ഇൻ ദ ഐഡിയൽസ് ഓഫ് നിയോ ക്ലാസിക്കൽ എറ, നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിലെ ആദർശങ്ങളിലാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ദ വിക്ടോറിയൻ നോവൽ. ഇനി നമ്മൾ നെക്സ്റ്റ് കിടക്കുന്നത് വിക്ടോറിയൻ നോവലിലേക്കാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് വിക്ടോറിയൻ പോയത്തെ കുറിച്ചാണ്. ഇനി വിക്ടോറിയൻ നോവൽ. ദ വിക്ടോറിയൻ നോവൽ എമർജ്ഡ് ആസ് എ ലിറ്റററി ഫോം ഫോർ ഡിസ്കസിങ് ദ ഇഷ്യൂസ് ഓഫ് ദ ടൈം. ആ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ, ഇഷ്യൂസ്, വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഇഷ്യൂസ്, ആ ഇഷ്യൂസിനെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ലിറ്റററി ഫോം ആയിട്ടാണ് വിക്ടോറിയൻ നോവല് എമർജ് ചെയ്യുന്നത്, വരുന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, ആ കാലഘട്ടത്തിലെ ഇഷ്യൂസിനെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഫോം, ഒരു ലിറ്റററി ഫോം ആയിട്ടാണ് വിക്ടോറിയൻ നോവൽ എമർജ് ചെയ്യുന്നത്. ഓഫൺ നോവൽസ് ഡീൽഡ് വിത്ത്, പലപ്പോഴും നോവലുകളിൽ ഡീൽ ചെയ്തിരുന്നു വിത്ത് എ ക്വസ്റ്റ്യൻ ഓഫ്, ഇന്ന വിഷയങ്ങൾ. എന്തൊക്കെ വിഷയങ്ങളാ? ക്വസ്റ്റ്യൻ ഓഫ് റെസ്പെക്റ്റബിലിറ്റി, മാരേജ്, ക്ലാസ്, സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഡിക്കോറം മീൻസ് അന്തസ്. അപ്പോൾ സമൂഹത്തിലെ ഇത്തരം വിഷയങ്ങൾ, സാമൂഹികമായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ വിക്ടോറിയൻ നോവലുകൾ ഡീൽ ചെയ്തിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് വിക്ടോറിയൻ നോവലിൽ ഉണ്ടായിരുന്നത്? ഒന്ന് റെസ്പെക്റ്റബിലിറ്റി, സമൂഹത്തിലെ ബഹുമാനം, റെസ്പെക്റ്റ് എന്നുള്ളത്. മാരേജ്, വിവാഹം എന്നുള്ളത്, അല്ലേ? ഇന്നും നമുക്കറിയാം നമ്മളെ സൊസൈറ്റിയിലും വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ മറ്റും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വിക്ടോറിയൻ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലെ കവിതകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ക്ലാസ് മീൻസ്, അതായത് ആളുകൾക്കിടയിലെ വേർതിരിവുകൾ വ്യക്തമാക്കി പറയുന്നുണ്ട്. സോഷ്യൽ സ്റ്റാറ്റസ്, സമൂഹത്തിലെ സ്റ്റാറ്റസ്, സമൂഹത്തിൽ ചിലർക്ക് സ്റ്റാറ്റസ് ഉണ്ടാവും, ചിലർക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ടാവില്ല. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ആൻഡ് ഡിക്കോറം മീൻസ് അന്തസ്. ഇതൊക്കെ വിക്ടോറിയൻ നോവൽസ് കൈകാര്യം ചെയ്തിരുന്നു. വിക്ടോറിയൻ നോവൽസ് വേർ പബ്ലിഷ്ഡ് ഇൻ സീരിയൽ ഫോം. അപ്പോൾ വിക്ടോറിയൻ നോവൽസ് സീരിയൽ ഫോമിൽ, നമ്മൾ സീരിയൽ എന്ന് പറയില്ലേ, ഒരുപാട് പാട്ടായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ സീരിയൽ ഫോമിലാണ് വിക്ടോറിയൻ നോവൽസ് പബ്ലിഷ് ചെയ്തിരുന്നത്. ഇനി ഇവിടെ നോട്ടിൽ വരാത്ത 1-2 കാര്യങ്ങൾ ഞാൻ അതുമായി ബന്ധപ്പെട്ടത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ മാത്രമല്ല, ഈ വിക്ടോറിയൻ നോവൽസ് സീരിയൽ ഫോമിലാണ് വരിക. അപ്പോൾ സീരിയൽ സാധാരണ ഉണ്ടാവുന്ന പോലെ തന്നെ വളരെ ക്യൂരിയോസിറ്റി വരുന്ന, ആളുകൾക്ക് വളരെ ജിജ്ഞാസ വരുന്ന ഭാഗങ്ങളിൽ വെച്ച് പലപ്പോഴും എന്ത് ചെയ്യും, ആ നോവലുകൾ നിർത്തും. കാരണം അത് നോവൽ ഒരു പുസ്തകം അല്ല, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, മാഗസിൻ പോലെ. അപ്പോൾ വളരെ ക്യൂരിയോസിറ്റി ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് നോവലിസ്റ്റ് നിർത്തും. അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ മാത്രമേ ആളുകൾ എന്ത് ചെയ്യുള്ളൂ, ബാക്കി അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുള്ളൂ, അടുത്ത ആഴ്ച ഇത് വാങ്ങുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ മുൻപൊക്കെ കണ്ടുവന്നിരുന്ന ഈ ഒരു രീതി വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഓർക്കുക, ഞാനിവിടെ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നോവൽസ് വേർ പബ്ലിഷ്ഡ് ഇൻ സീരിയൽ ഫോം, അത് നമ്മൾ പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ട നോവലിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ആരൊക്കെയാ പ്രധാനപ്പെട്ട നോവലിസ്റ്റുകൾ?
ചാൾസ് ഡിക്കിൻസ്, വില്യം താക്കറെ, ജോർജ് എലിയട്ട് were three brilliant novelists of the വിക്ടോറിയൻ പീരീഡ്. അപ്പോൾ ഈ വിക്ടോറിയൻ പീരീഡിലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അല്ലെ, വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള 3 നോവലിസ്റ്റുകളിൽ ഒരാളാണ് ആര്? ചാൾസ് ഡിക്കൻസ്, മറ്റൊന്ന് വില്യം താക്കറെ, മറ്റൊന്ന് ജോർജ് എലിയട്ട്. They introduced realism, social issues and philosophy in genre. In genre means in novel. In genre എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഭാഗത്തിൽ നിന്നാണ്. ഏതാ വിഭാഗം? നോവലിനെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ വിഭാഗം നോവലാണ്. അപ്പൊ നോവലിൽ ഇവര് റിയലിസവും സോഷ്യൽ ഇഷ്യൂസും അതുപോലെ തന്നെ ഫിലോസഫിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇത് നമ്മൾ അടുത്തതായിട്ട് കിടക്കുന്നത് വിക്ടോറിയൻ പ്രോസിലേക്കാണ്. നോക്കൂ, എന്താണ് വിക്ടോറിയൻ പ്രോസിന്റെ പ്രത്യേകത? വിക്ടോറിയൻ പ്രോസ് മാർക്സ് എ ന്യൂ എറ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ലിറ്ററേച്ചറിൽ ഒരു പുതിയ നൂറ്റാണ്ടിന് തുടക്കം കുറിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ നൂറ്റാണ്ട് മാർക്ക് ചെയ്യാണ് വിക്ടോറിയൻ പ്രോസ്. അതും എങ്ങനെ? വിത്ത് ഇറ്റ്സ് റിന്യൂവ്ഡ് സോഷ്യൽ ഫോക്കസ് ആൻഡ് സ്റ്റൈലിസ്റ്റിക് ഡെവലപ്മെൻറ്റ്സ്. ആ പ്രോസിൻ്റെ സ്റ്റൈലിസ്റ്റിക് ഡെവലപ്മെൻറ്റ്സ്, അതിൻ്റെ സ്റ്റൈലിലുള്ള പുരോഗതിയും അതുപോലെ തന്നെ അതിൻ്റെ സോഷ്യൽ ഫോക്കസും. ആ പ്രോസ് വളരെയധികം സോഷ്യൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ സാമൂഹികമായ വിഷയങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ കൊടുത്തിരുന്നു പ്രോസ്. ആ പ്രോസ് റൈറ്റേഴ്സ് സൊസൈറ്റിയെ ഫോക്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മുൻ കാലഘട്ടങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റൈലിസ്റ്റിക് സ്ട്രക്ചർ പ്രോസിനുണ്ടായിരുന്നു. ഇത് നോക്കൂ, പ്രോസ് ക്യാരീഡ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഏജ്. ഏതാ ഈ ഏജ്? റൊമാൻറ്റിക് പീരീഡ്. ആ റൊമാൻറ്റിക് പീരീഡിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എല്ലാം, പ്രധാനപ്പെട്ട സവിശേഷതകളെല്ലാം പ്രോസിനുണ്ടായിരുന്നു. സച്ചാസ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ? മൊറാലിസം, നമ്മൾ മൊറാലിറ്റി എന്നൊക്കെ പറയില്ല, ധാർമ്മികത, റിയലിസം, അതുപോലെ തന്നെ ആൻഡ് ഷിഫ്റ്റ് ടുവേർഡ്സ് എംപെരിസിസം. അതുപോലെ തന്നെ എംപെരിസിസത്തിലേക്ക്, അതായത് വസ്തുനിഷ്ഠമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക, അതാണ് എംപെരിസിസം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പ്രോസിന്റെ പ്രത്യേകതയായിരുന്നു. എന്തൊക്കെയാണ് പ്രത്യേകത ഉണ്ടായിരുന്നത്? മൊറാലിസം, റിയലിസം, അതുപോലെ തന്നെ അതിൻ്റെ സബ്ജക്റ്റ് മാറ്ററിലും മറ്റും ഷിഫ്റ്റ് ടുവേർഡ്സ് എംപെരിസിസം, അതായത് വസ്തുനിഷ്ഠാപരമായിട്ടുള്ള കാര്യങ്ങൾ, തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിലേക്കുള്ളൊരു ചേഞ്ച്. പ്രോസ് റൈറ്റേഴ്സ് ഓഫ് ദ പീരീഡ് വേർ, ഈ കാലഘട്ടത്തിലെ പ്രോസ് റൈറ്റേഴ്സ് ആരൊക്കെയായിരുന്നു? അറിയണ്ടേ? ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് കാർലൈൽ, ജോൺ റസ്കിൻ, മാത്യു അർണോൾഡ് ആൻഡ് വാൾട്ടർ പെയ്റ്റർ. ഇവരൊക്കെയായിരുന്നു ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രോസ് റൈറ്റേഴ്സ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡ്രാമയാണ്, അല്ലേ? അപ്പോൾ another aspect of Victorian literature is വിക്ടോറിയൻ ലിറ്ററേച്ചറിൻ്റെ മറ്റൊരു വശം, നമ്മളിവിടെ പ്രതിപാദിക്കാത്ത ഒരു വശം, ഇനി പ്രതിപാദിക്കേണ്ട വശം ഏതാ? ഈസ് ദ ഡ്രാമയാണ്, അല്ലേ? അപ്പോൾ അനദർ ആസ്പെക്ട് ഓഫ് വിക്ടോറിയൻ ലിറ്ററേച്ചർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ചേഞ്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഡ്രാമ. ഡ്രാമയുടെ മേഖലയിലുള്ള വലിയ മാറ്റമാണ് വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ അനദർ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, മറ്റൊരു വശം എന്ന് പറയുന്നത് ഏതാണ്? മറ്റൊരു വശം ദ ഗ്രേറ്റ് ഷിഫ്റ്റ് മീൻസ് ചേഞ്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഡ്രാമ. ഡ്രാമയുടെ മേഖലയിൽ വന്ന മാറ്റം. ആ മാറ്റമാണ് വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ വശം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വശം എന്ന് പറയുന്നത്. എന്ത് മാറ്റമാണ് ഡ്രാമക്കുണ്ടായത്? ഫ്രം ദി സെന്റിമെന്റൽ ആൻഡ് റൊമാൻറ്റിക് സ്റ്റൈൽസ് ഓഫ് ദ ഓഫ് ദ പ്രീവിയസ് എറ. കഴിഞ്ഞ കാലഘട്ടം, അല്ലെ? കഴിഞ്ഞ കാലഘട്ടം എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് ഇറ. അപ്പോൾ ആ കഴിഞ്ഞ കാലഘട്ടത്തിലെ നാടകങ്ങൾ എന്തായിരുന്നു? സെന്റിമെന്റൽ ആൻഡ് റൊമാൻറ്റിക് സ്റ്റൈൽ.
അതായത് പ്രീവിയസ് ഇറ, മുൻ കാലഘട്ടത്തിലെ സെന്റിമെന്റൽ ആൻഡ് റൊമാൻറ്റിക് സ്റ്റൈലിൽ നിന്നും ഡ്രാമ എന്തായി മാറി? ഡ്രാമ ബിക്കെയിം എ റിയലിസ്റ്റിക് ആർട്ട്. ഡ്രാമ ഒരു റിയലിസ്റ്റിക് ആർട്ടായിട്ട് മാറി. അതായത് മുൻ കാലഘട്ടങ്ങളിലെ ഡ്രാമ സെന്റിമെന്റൽ ആയിരുന്നു, സെന്റിമെന്റ്സ് ആണ് കൂടുതലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റൊമാൻറ്റിക് സ്റ്റൈലായിരുന്നു. റൊമാൻറ്റിക് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭാവനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ദാറ്റ് മീൻസ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ഇമാജിനേഷൻ. അപ്പൊ അതിൽ നിന്നും ഡ്രാമ എന്തായിട്ട് മാറി? എ റിയലിസ്റ്റിക് ആർട്ട്, ഒരു റിയലിസ്റ്റിക് ആർട്ടായിട്ട് വന്നു. ഈ ഒരു മാറ്റം വിക്ടോറിയൻ പീരീഡിന്റെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. അനദർ ആസ്പെക്ട് ഓഫ് വിക്ടോറിയൻ ലിറ്ററേച്ചർ ഈസ് ദ ഗ്രേറ്റ് ഷിഫ്റ്റ് in the field of drama from the sentimental and romantic styles of the period. Drama became a realistic art. ഇനി ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ഡ്രാമാറ്റിസ്റ്റുകൾ? ഓസ്കാർ വിൽഡെ, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? ഓസ്കാർ വിൽഡെ. അപ്പോൾ ഓസ്കാർ വിൽഡെ wrote comedies which exposed the hypocrisies of Victorian society. അപ്പോൾ വിക്ടോറിയൻ സൊസൈറ്റി, വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഹിപ്പോക്രിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാപഢ്യ സ്വഭാവങ്ങൾ, ആളുകളുടെ പെരുമാറ്റത്തിലെ കാപഢ്യങ്ങളെ തുറന്നു കാണിക്കുന്ന കോമഡികൾ എഴുതിയ വ്യക്തിയാണ് ആര്? ഓസ്കാർ വിൽഡെ. അപ്പോൾ ഓസ്കാർ വിൽഡെ wrote comedies which exposed, അദ്ദേഹം എഴുതിയ കോമഡികൾ തുറന്നു കാണിച്ചു, എക്സ്പോസ് ചെയ്തു. എന്ത്? ദ ഹിപ്പോക്രിസീസ് ഓഫ് വിക്ടോറിയൻ സൊസൈറ്റി. കാരണം നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ സൊസൈറ്റിയും പല കാര്യങ്ങളിൽ കാപഢ്യം കാണിക്കുന്നുണ്ടായിരിക്കാം, അല്ലെ, പൊങ്ങച്ചം കാണിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള മെന്റാലിറ്റി, മനോഭാവങ്ങൾ, ദാറ്റ് ഈസ് ഹിപ്പോക്രിസീസ്, ഇതിനെ ഓസ്കാർ വിൽഡെ തന്റെ കോമഡികളിലൂടെ ആക്ഷേപഹാസ്യമായിട്ട്, അല്ലെ, പരിഹാസ രൂപേണ നർമ്മം കലർത്തിയിട്ട് തന്റെ കോമഡികളിലൂടെ കാണിച്ചു. ഹി എംഫസൈസ്ഡ്, അദ്ദേഹം ഊന്നൽ കൊടുത്തു. ഹി എംഫസൈസ്ഡ് ദ റിജിഡ് മൊറാലിറ്റി ഓഫ് ദ പീരീഡ്. ആ കാലഘട്ടത്തിന്റെ വളരെ കർക്കശമായിട്ടുള്ള ധാർമ്മികതയ്ക്ക് അദ്ദേഹം ഊന്നൽ കൊടുത്തു. ഇനി അദ്ദേഹത്തെ കൂടാതെയുള്ള മറ്റു ഡ്രാമാറ്റിസ്റ്റുകൾ ആരൊക്കെയാ? ആർതർ ജോൺസ് ആൻഡ് ആർതർ വിങ് പിനേറോ. ആർതർ ജോൺസും ആർതർ വിങ് പിനേറോ, ഇവർ രണ്ടുപേരും പ്രൊഡ്യൂസ്ഡ് സക്സസ്ഫുൾ ഡ്രാമാസ്. രണ്ടുപേരും വിജയകരമായിട്ടുള്ള നാടകങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ആളുകളാണ്, എഴുതിയ ആളുകളാണ്. ദ പ്ലേസ് ഓഫ് ജോൺസ് ആൻഡ് പിനേറോ, പിനേറയുടെയും ജോൺസിന്റെയും നാടകങ്ങൾ. അവയുടെ കൂടെ along with the plays of വിൽഡെ ആൻഡ് ജോർജ് ബെർണാഡ് ഷാ. അപ്പൊ എന്താണ് പറയുന്നത്? ജോർജ് ബെർണാഡ് ഷയുടെയും അതുപോലെ തന്നെ വിൽഡെയുടെയും, കേട്ടോ, ആരാ വിൽഡെ? ഓസ്കാർ വിൽഡെ. അപ്പൊ എന്താ പറയുന്നത്? ജോർജ് ബെർണാഡ് ഷയുടെ നാടകങ്ങളും അതോടൊപ്പം തന്നെ ഓസ്കാർ വിൽഡെയുടെ നാടകങ്ങളും, ഇവരുടെ നാടകങ്ങളുടെ കൂടെ ജോൺസിന്റെയും പിനോറയുടെയും നാടകങ്ങളും കൂടി അങ്ങോട്ട് ചേർന്നപ്പോൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ട് കോൺട്രിബ്യൂട്ടഡ്, എല്ലാം കൂടി ചേർന്ന് സംഭാവന നൽകി ടു ദ ഡെവലപ്മെന്റ് ഓഫ് വിക്ടോറിയൻ സ്റ്റേജ്. അതായത് വിക്ടോറിയൻ സ്റ്റേജിന്റെ മീൻസ് വിക്ടോറിയൻ നാടക രംഗത്തിന്റെ പുരോഗതി, ഡെവലപ്മെന്റ്. അതായത് ഈ 4 പേരുടെയും നാടകങ്ങൾ ചേർന്നിട്ട് വിക്ടോറിയൻ സ്റ്റേജിന്, വിക്ടോറിയൻ നാടക രംഗത്തിന് വളരെ ഡെവലപ്മെന്റ് കൊടുത്തു, ഡെവലപ്പ് ചെയ്തു. എത്രത്തോളം? ആസ് എ ക്രൂഷ്യൽ എറ ഇൻ ഇംഗ്ലീഷ് ഡ്രാമ. ഇംഗ്ലീഷ് ഡ്രാമകളുടെ ചരിത്രത്തിലെ തന്നെ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന ഒരു തലത്തിലേക്ക് വിക്ടോറിയൻ നാടകങ്ങളെ എത്തിക്കാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ജോർജ് ബെർണാഡ് ഷയുടെ നാടകങ്ങളും അതുപോലെ തന്നെ ബെർണാഡ് ഷയുടെ നാടകങ്ങളുടെ കൂടെ ഓസ്കാർ വിൽഡെയുടെ നാടകങ്ങളും അതുപോലെ ജോൺസിന്റെയും പിനോറയുടെ നാടകങ്ങളും കൂടി ചേർന്നിട്ട് ഇംഗ്ലീഷ് നാടക ചരിത്രത്തിൽ തന്നെ, കാലഘട്ടത്തിലെ തന്നെ ഒരു നിർണായകമായ കാലഘട്ടമാക്കി വിക്ടോറിയൻ സ്റ്റേജിനെ, നാടകരംഗത്തെ മാറ്റിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞു.
ഇത്രയാണ് നമുക്ക് വിക്ടോറിയൻ ലിറ്ററേച്ചർ പറയാനുള്ളത്. ഇനി ഞാൻ സാധാരണ ഡിസ്കസ് ചെയ്യുന്ന പോലെ, കാരണം നമ്മൾ എല്ലാ കാര്യത്തിലും ഇത്തരത്തിൽ നമ്മൾ പറയാറുള്ളത് അതേപോലെ തന്നെ ഇവിടെയും പറയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ലിറ്ററേച്ചർ ഓഫ് ദി വിക്ടോറിയൻ എറ? വിക്ടോറിയൻ കാലഘട്ടത്തിലെ സാഹിത്യത്തിൻ്റെ പ്രത്യേകതകൾ അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യും, വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ്? The literature of the Victorian era shows certain common characteristics. വിക്ടോറിയൻ ലിറ്ററേച്ചർ ചില കോമൺ ആയിട്ടുള്ള സവിശേഷതകൾ കാണിക്കുന്നു. ദേ ആർ, ഇവയൊക്കെയാണത്. അതിലെ ഒന്നാമത്തേത് മോറൽ പർപ്പസ് ആണ്. ആ വിക്ടോറിയൻ ലിറ്ററേച്ചറിന് ധാർമ്മിക ലക്ഷ്യങ്ങളുണ്ട്, മോറൽ പർപ്പസ്. വിക്ടോറിയൻ ലിറ്ററേച്ചർ എയിംഡ് ടു പ്രൊവൈഡ് എ മോറൽ എഡ്യൂക്കേഷൻ ടു ദ റീഡേഴ്സ്. അതായത് റീഡേഴ്സിന് ഒരു ധാർമ്മിക വിദ്യാഭ്യാസം, മോറൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, നൽകുക എന്നൊരു ലക്ഷ്യം വിക്ടോറിയൻ ലിറ്ററേച്ചറിന് ഉണ്ടായിരുന്നു. ഇനി എന്താ കാരണം? ദേ ഹാഡ് സോഷ്യൽ ആൻഡ് റിലീജിയസ് കോൺട്രവേഴ്സീസ്. അതായത് ആ കാലഘട്ടത്തിൽ, വിക്ടോറിയൻ കാലഘട്ടത്തിൽ അവർക്ക് സാമൂഹികവും മതപരവുമായിട്ടുള്ള കോൺട്രവേഴ്സീസ്, പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വിഷയങ്ങൾ അവർക്കുണ്ടായിരുന്നു. Victorian writers wanted to move away from the romantic way of entertaining with literature. അതായത് റൊമാൻറ്റിക് കാലഘട്ടത്തിൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിക് പീരീഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, ആസ്വാദനമായിരുന്നു ലിറ്ററേച്ചർ. ആ രീതിയിൽ നിന്നും മാറുക അല്ലെങ്കിൽ മാറണം എന്ന് വിക്ടോറിയൻ കാലഘട്ടത്തിലെ റൈറ്റേഴ്സിന് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, ഫോക്കസ് ഓൺ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ പ്രായോഗികമായ വശങ്ങൾക്ക് പ്രാധാന്യം നൽകി. പ്രാധാന്യം നൽകി, ഫോക്കസ് ചെയ്തു, ശ്രദ്ധ കൊടുത്തു. എന്തിന്? പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങൾ. വിക്ടോറിയൻ ലിറ്ററേച്ചർ ഫോക്കസ് ഓൺ ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആൻഡ് ഇൻട്രസ്റ്റ്സ് ഓഫ് ലൈഫ്. വിക്ടോറിയൻ ലിറ്ററേച്ചർ ഫോക്കസ് ചെയ്തത്, കേന്ദ്രീകരിച്ചത് ജീവിതത്തിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, ലൈഫിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ ജീവിതത്തിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈഫിലെ ഇൻട്രസ്റ്റിനും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, ഇവയ്ക്കാണ് വിക്ടോറിയൻ ലിറ്ററേച്ചർ, ഇവയിലാണ് ഫോക്കസ് ചെയ്തത്. ദ വർക്ക്സ് ഓഫ് ദ ടൈം റെപ്രസെൻറ്റഡ്. ആ കാലഘട്ടത്തിലെ വർക്കുകൾ പ്രതിനിധീകരിച്ചിരുന്നു, റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. എന്ത്? എക്സ്പീരിയൻസസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് വ്യാവസായിക വിപ്ലവത്തിൻ്റെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ പോവർട്ടി, ദാരിദ്ര്യം, ക്ലാസ് ഡിവിഷൻ, സൊസൈറ്റി, ആളുകളെ പല ക്ലാസ്സുകളായിട്ടുള്ള വിഭജനം, വിമൻസ് റൈറ്റ്സ് ആൻഡ് അതർ സോഷ്യൽ ഇഷ്യൂസ്, സ്ത്രീകളുടെ അവകാശങ്ങൾ, ഇതുപോലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ഇവരുടെ വർക്കുകളിൽ റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരം വർക്കുകളെ, പലരുടെ വർക്കുകളിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിഫലിച്ചിരുന്നു. അടുത്തത് റിയലിസമാണ്. അടുത്തൊരു പ്രത്യേകതയാണ് റിയലിസം. വിക്ടോറിയൻ റൈറ്റേഴ്സ് അറ്റംപ്റ്റഡ് ടു മിറർ റിയാലിറ്റി ഇൻ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിലെ റിയാലിറ്റിയെ പ്രതിഫലിപ്പിക്കാൻ, റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? യാഥാർത്ഥ്യങ്ങളെ. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിലെ സാഹിത്യം, ലിറ്ററേച്ചർ വായിക്കുമ്പോൾ നമുക്കത് യാഥാർത്ഥ്യമാണെന്ന് ഇങ്ങനെ തോന്നും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റിയെ മിറർ ചെയ്യാം, റിയാലിറ്റിയെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി വിക്ടോറിയൻ റൈറ്റേഴ്സ് വളരെയധികം ശ്രമിച്ചിരുന്നു. They rejected the idealization or over dramatization of people or events. അതായത് സാഹിത്യത്തിൽ ഇവൻസ്, ചില സംഭവങ്ങളെയോ അല്ലെങ്കിൽ ആളുകളെയോ വളരെയധികം മാതൃകാപരമാക്കുന്നതോ അല്ലെങ്കിൽ വളരെയധികം ഉദാത്തവൽക്കരിക്കുന്നതോ അല്ലെങ്കിൽ ഓവർ ഡ്രാമറ്റൈസേഷൻ, വളരെയധികം എന്ത് ചെയ്യാണ്, വളരെയധികം നാടകീയമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവൻസോ അല്ലെങ്കിൽ പീപ്പിൾ, സംഭവങ്ങളെയോ ആളുകളെയോ ഓവർ ഡ്രാമറ്റൈസേഷൻ ചെയ്യുക, വളരെ നാടകീയമായിട്ട്, നാടകീയത കൂട്ടിയിട്ട്, ഓവർ അഭിനയം എന്ന് പറയില്ലേ, ആ നാടകീയത കൂട്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതോ
അല്ലെങ്കിൽ ഐഡിയലൈസേഷൻ, വളരെ ഉദാത്തവൽക്കരിക്കുന്നതോ, ഈ രീതിയെ ഇവർ എതിർത്തിരുന്നു. Their works reflected the world as it is. ഇവരുടെ വർക്കുകളിൽ ലോകം പ്രതിഫലിച്ചു. ഏതുപോലെ? ആസ് ഇറ്റ് ഈസ്, ലോകം എങ്ങനെയാണോ ഉള്ളത്, എന്തെല്ലാം പ്രശ്നങ്ങളാണോ ലോകത്തിനുള്ളത് അതെല്ലാം ഉള്ളതായിട്ട് തന്നെ ഇവരുടെ വർക്കുകളിൽ ലോകത്തെ കാണിച്ചു. ആളുകൾ എങ്ങനെയാണോ ആളുകൾക്ക് എന്തൊക്കെയാണോ പ്രശ്നങ്ങളുള്ളത്, ആളുകളുടെ ജീവിതം എങ്ങനെയാണോ അത് ഉള്ളതുപോലെ പച്ചയായിട്ട് ചിത്രീകരിക്കാം. എന്തൊഴിവാക്കിയിട്ട്? ഐഡിയലൈസേഷൻ, അതുപോലെ തന്നെ ഓവർ ഡ്രാമറ്റൈസേഷൻ. അതായത് ഐഡിയലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാത്തമായിട്ടുള്ള മാതൃകയായിട്ട് കാണിക്കുക, ഉദാത്തവൽക്കരിക്കുക, അതുപോലെ തന്നെ നാടകീയമായിട്ട് ചിത്രീകരിക്കുക. ഇതിനെ ഇവർ റിജക്റ്റ് ചെയ്തിരുന്നു. അവസാനത്തേതല്ല, നാലാമത്തേത്, പിന്നെ ഒന്നും കൂടി ഉള്ളൂ. നാലാമത്തേത് ക്രൈസിസ് ഓഫ് ഫെയ്ത്ത് ആണ്. വിശ്വാസത്തിന്റെ പ്രതിസന്ധി, ക്രൈസിസ് ഓഫ് ഫെയ്ത്ത്. വിക്ടോറിയൻ വർക്ക്സ് റിഫ്ലക്റ്റഡ്, വിക്ടോറിയൻ വർക്കുകളിൽ പ്രതിഫലിച്ചിരുന്നു. എന്ത് പ്രതിഫലിച്ചിരുന്നു? ദ ഡിക്രീസിങ് ഇൻഫ്ലുവൻസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് റിലീജിയൻ. അതായത് മതത്തിൻ്റെയും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെയും ഇൻഫ്ലുവൻസ് കുറയുന്നത്. അപ്പോൾ ആളുകളിൽ വിശ്വാസവും അതുപോലെ തന്നെ മതത്തിൻ്റെ സ്വാധീനം കുറയുക എന്നുള്ളത് ഇന്ന് തുടങ്ങിയതല്ല, പണ്ടേ ഉള്ളതാണ്. അപ്പോൾ വിക്ടോറിയൻ കാലഘട്ടത്തിലെ വർക്കുകളിൽ തന്നെ നമുക്ക് കാണാം ആളുകളിൽ ഫെയ്ത്ത്, വിശ്വാസവും പരസ്പര വിശ്വാസവും അതുപോലെ തന്നെ മതത്തിലുള്ള വിശ്വാസവും ഡിക്രീസിങ്, കുറയുന്നത് വിക്ടോറിയൻ കാലഘട്ടത്തിലെ വർക്കുകളിൽ റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. ഇറ്റ് ക്യാൻ ബി വ്യൂവ്ഡ്, നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ കാണാം. ഏത് നിലയ്ക്ക് കാണാൻ പറ്റും? ആസ് എ റിയാക്ഷൻ ടു ദി റൈസിങ് ഇമ്പോർട്ടൻസ് ഓഫ് സയൻസ് ഇൻ സൊസൈറ്റി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ സൊസൈറ്റിയുടെ റൈസിങ്, സൊസൈറ്റിയുടെ വളർച്ച, ആ കാലഘട്ടത്തിലെ സൊസൈറ്റിയിൽ സയൻസിൻ്റെ വളർച്ച, സൊസൈറ്റിയിലെ സയൻസിൻ്റെ വളർച്ചയോടുള്ളൊരു റിയാക്ഷനായിട്ടാവാം ഇത്തരത്തിൽ. കാരണം അപ്പോൾ സം റൈറ്റേഴ്സ് അല്ലെ, ഈ ഒരു വിക്ടോറിയൻ കാലഘട്ടത്തിലെ റൈറ്റേഴ്സ് അവർക്ക് സൊസൈറ്റിയിൽ സയൻസിൻ്റെ വളർച്ച അവർക്ക് പിടിച്ചിട്ടുണ്ടായില്ല. കാരണം സയൻസിൻ്റെ പുരോഗതി, സയൻസിൻ്റെ അഡ്വാൻസ്മെൻറ്റ് ഇഷ്ടപ്പെടാത്ത റൈറ്റേഴ്സ് അവരുടെ വർക്കുകളിലായിരിക്കാം കൂടുതലായി. കാരണം അതിനോടുള്ളൊരു റിയാക്ഷനായിട്ട്, ഒരു എതിർപ്പ്, ഒരു പ്രതികരണമായിട്ട് അവരുടെ വർക്കുകളിൽ അവർ വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ റിലീജിയൻ്റെയും ഡിക്രീസിനെ കാണിച്ചിരിക്കണം. അഞ്ചാമത്തെ പോയിന്റ്, അതായത് ലാസ്റ്റ് പോയിന്റ് ആണ് വിക്ടോറിയൻ കോംപ്രമൈസ്. എന്തൊക്കെ കാര്യത്തിലാണ് കോംപ്രമൈസ് ഉണ്ടായിരുന്നത്? ദ വിക്ടോറിയൻ പീരീഡ് വാസ് ആൻ ഏജ് ഓഫ് കോംപ്രമൈസ് ബിറ്റ്വീൻ കോൺഫ്ലിക്റ്റിംഗ് ആസ്പെക്ട്സ്. അപ്പോൾ വിക്ടോറിയൻ കാലഘട്ടം എന്ന് പറയുന്നത് കോംപ്രമൈസിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. കോംപ്രമൈസ്, വിട്ടുവീഴ്ചകൾ. എന്ത് വിഷയങ്ങളിലാണ് കോംപ്രമൈസ് ചെയ്തിരുന്നത്? കോൺഫ്ലിക്റ്റിംഗ് ആസ്പെക്ട്സ്. കോൺഫ്ലിക്റ്റിംഗ് ആസ്പെക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘർഷഭരിതമായിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ സംഘർഷഭരിതമായിട്ടുള്ള വിഷയങ്ങളിൽ എന്തു ചെയ്തിരുന്നു? വിക്ടോറിയൻ കാലഘട്ടത്തിൽ കോംപ്രമൈസ് ചെയ്തിരുന്നു. There was struggles to maintain religion. ആ ഒരു കാലഘട്ടത്തിൽ മതത്തെ മെയിൻറ്റെയിൻ ചെയ്യുക, മതത്തെ നിലനിർത്തിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് പ്രയാസമായിരുന്നു. എന്തുകൊണ്ട്? ഇൻ ദ ഫേസ് ഓഫ് സയൻറ്റിഫിക് അഡ്വാൻസ്മെന്റ്സ്, ശാസ്ത്രീയമായിട്ടുള്ള പുരോഗതിക്ക് മുൻപിൽ. നമുക്കറിയാവുന്ന കാര്യമാണ്, ശാസ്ത്രം വളരുമ്പോൾ ചിലയിടത്ത് മതവിശ്വാസം കുറയും. അപ്പോൾ ആ ഒരു വസ്തുതയാണ് ഇവിടെ പറയുന്നത്. ചിലയിടത്ത് എന്ത് ചെയ്യും? ശാസ്ത്രം വളരുമ്പോൾ മതവും വളരും. പക്ഷെ ഇവിടെ പറയുന്നത് സയൻറ്റിഫിക് അഡ്വാൻസിൻ്റെ മുൻപിൽ, ശാസ്ത്രീയ പുരോഗതിക്ക് മുൻപിൽ മതം മെയിൻറ്റെയിൻ ചെയ്യൽ, മതം നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ആ കാലഘട്ടത്തിൽ സ്ട്രഗിൾ ആയിരുന്നു. ഒന്ന്. രണ്ടാമത്തേത്, there was a tendency to follow social and cultural. അപ്പോൾ രണ്ടാമതൊരു കാര്യം പറയുന്നത്, മറ്റൊരു പ്രവണത, മറ്റൊന്ന് ആ കാലഘട്ടത്തിൽ കണ്ടത് ടെൻഡൻസി ടു ഫോളോ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കൺവെൻഷൻസ്. അതായത് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള കൺവെൻഷൻസ്. കൺവെൻഷൻസ് മീൻസ് പാരമ്പര്യങ്ങൾ.
കൺവെൻഷൻസിനെ ഫോളോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഈവൺ ആസ് ന്യൂ റിഫോംസ് വേർ ബീങ് ഇൻട്രൊഡ്യൂസ്ഡ്, പുതിയ പരിഷ്കാരങ്ങൾ വരുമ്പോഴും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്തും വരാം, അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റും വരാം. അതായത് പുതിയ റീഫോംസ് വരുമ്പോൾ പരിഷ്കാരങ്ങൾ വരുമ്പോഴും, അതായത് പരമ്പരാഗതമായിട്ടുള്ള സോഷ്യൽ കൾച്ചറൽ കൺവെൻഷൻസിനെ ഫോളോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആളുകളിൽ ഒരു താല്പര്യമുണ്ടായിരുന്നു. അതും പുതിയ റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പുതിയ പരിഷ്കാരങ്ങൾ വന്നാലും അങ്ങനെ വരുമ്പോഴും പഴയതിനെ തന്നെ ആളുകൾ പിടിച്ചുകൊണ്ടിരിക്കുക, അതിനെ പിന്തുടരുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പുതിയത് കൊണ്ട് വരുമ്പോൾ പുതിയതിലേക്ക് ചാടി വീഴല്ല, ആ പഴയ കൾച്ചർ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ കൺവെൻഷൻസ്, സാംസ്കാരികമായിട്ടുള്ള പരമ്പരാഗതമായ രീതികൾ, അതിനെ ഫോളോ ചെയ്യുന്ന, മുറുകെ പിടിക്കുന്ന ഒരു രീതി കണ്ടിരുന്നു. The literature of the period reflects these contradictions in society. സമൂഹത്തിൽ നിലനിന്നിരുന്ന ഈ കോൺട്രാഡിക്ഷൻസ്, അല്ലേ, അതായത് വിരുദ്ധമായിട്ടുള്ള, സംഘർഷഭരിതമായിട്ടുള്ള ഇത്തരം സാഹചര്യങ്ങൾ, ഇത്തരം സിറ്റുവേഷൻസ് ആ കാലഘട്ടത്തിലെ ലിറ്ററേച്ചറിൽ പ്രതിഫലിച്ചിരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വിക്ടോറിയൻ കാലഘട്ടത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി വിക്ടോറിയൻ കാലഘട്ടം എന്നുള്ള നമ്മളുടെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സാധാരണ പറയുന്ന പോലെ തന്നെ പറയാണ്, നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.